നമസ്കാരം. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് മലയാളികൾക്ക് ഏറെ സുപരിചിതൻ, വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിത്വം. ഇപ്പോൾ സിനിമാക്കാർക്കാണെങ്കിൽ ആ തരത്തിലറിയുന്ന, രാഷ്ട്രീയ പ്രവർത്തകർക്ക് പൊതുപ്രവർത്തകനായി, രാഷ്ട്രീയ പ്രവർത്തകനായി, MLA ആയി അറിയുന്ന, ഓൺട്രപ്രണർക്ക് അല്ലെങ്കിൽ ആ തരത്തിൽ വ്യവസായ രംഗത്ത് വലിയ രീതിയിൽ തന്നെ വെന്നിക്കൊടി പ്രാപിച്ചിട്ടുള്ള ശ്രീ മാണി സി കാപ്പനാണ് നമുക്ക് അതിഥിയായി എത്തുന്നത്. സ്വാഗതം സർ. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു വ്യവസായി, ഒരു സിനിമാ രംഗത്ത് എല്ലാ മേഖലകളിലും ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, ഒരു പൊതുപ്രവർത്തകൻ, ഇതിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന റോൾ ഏതാണ്? അതിലുപരിയായി ഞാൻ പഴയ ഒരു ഇൻ്റർനാഷണൽ വോളിബോൾ പ്ലെയർ ആയിരുന്നു. ആ കാലഘട്ടമായിരുന്നു ജീവിതത്തിൽ ഏറ്റവും എൻജോയ് ചെയ്യാൻ കഴിഞ്ഞ കാലം. കാരണം നല്ല ആരോഗ്യം, നല്ല സ്ത്രീകൾ അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ കളിക്കാൻ പോകുന്നു. ആ കാലഘട്ടമായിരുന്നു ഏറ്റവും നല്ലത്. നമുക്ക് ഈ പ്രായം ഉണ്ടാകുന്നതെന്ന് പറയുന്നത് നമ്മൾ മനസ്സിനാണ് തീരുമാനിക്കേണ്ടത്. ശരീരം നമ്മുടെ മനസ്സിനനുസരിച്ച് അങ്ങ് സഞ്ചരിച്ചോളും. വോളിബോളൊക്കെ നമുക്ക് ഇപ്പോഴും ചെയ്യാം. അല്ല, മനസ്സിനനുസരിച്ച് നീങ്ങുന്നതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്പോർട്സ് പ്ലെയർ എന്ന രീതിയിൽ അറിയപ്പെടണം എന്നൊക്കെ ഏതെങ്കിലും ഘട്ടത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടോ? അറിയപ്പെട്ടായിരുന്നു. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാപ്റ്റനായിരുന്നു. കേരള സ്റ്റേറ്റിന് 3 കൊല്ലം കളിച്ചു. ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ കളിച്ചു. അതിനുശേഷം അബുദാബി സ്പോർട്സ് ക്ലബിന് വേണ്ടി കളിക്കാൻ പോകുന്ന ആദ്യ പ്രൊഫഷണൽ വോളിബോൾ പ്ലെയർ ആയിരുന്നു ഞങ്ങൾ. കാരണം അന്ന് ഞങ്ങൾ KSCBയിലാണ്. അന്ന് 1200 രൂപ ശമ്പളത്തിൽ നേരെ 30,000 രൂപയ്ക്കാണ് മാസം അവിട്ടിട്ട് കളിക്കാൻ പോകുന്നത്. 1978 82 വരെ ഞങ്ങളവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ലോകോത്തര കളിക്കാരനായ ജിമ്മി ജോർജ് ഉൾപ്പെടെ. ജിമ്മി 82-ൽ ഇറ്റാലിയൻ ക്ലബിന് വേണ്ടി കളിക്കാൻ പോയി. അപ്പോൾ പിന്നീട് നമുക്കറിയാലോ, വളരെ പ്രഗത്ഭരായ വോളിബോൾ പ്ലെയേഴ്സ് ഉള്ള ഒരു നാട് കൂടിയാണ്. അതൊരു പ്രൊഫഷൻ ആക്കണം, അല്ലെങ്കിൽ അതൊരു ഫുൾ ടൈം പ്രൊഫഷൻ എന്ന രീതിയിലൊന്നും ആലോചിച്ചിട്ടില്ല. അത്രയും പാഷൻ ഉണ്ടായപ്പോൾ അത് പ്രൊഫഷനായിരുന്ന ആ ഒരു സീസൺ, ആ ഒരു കാലഘട്ടം നമ്മളത് തന്നെയായിരുന്നു. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ഫുൾ ടൈം രാവിലെ 5 കിലോമീറ്റർ ഓടണം. മറ്റേലൊക്കെ 4 ഓടിയിലിരിക്കും. ഞാൻ 5 കിലോമീറ്റർ ഓടുമായിരുന്നു. ആ ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ സമയത്ത് പറയുന്ന എക്സസൈസുകൾ, പോച്ചു പറയുന്നതെല്ലാം അതുപോലെ തന്നെ കേൾക്കുമായിരുന്നു. ജീവിതശൈലിയും അങ്ങനെ തന്നെയായിരുന്നു. 26-ാമത്തെ വയസ്സിൽ നിർത്തി. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെറുതെ കളിക്കാൻ പോകുന്നില്ലാതെ വോളിബോൾ പ്ലെയറായിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ബേസിക്കലി നല്ല വെയിറ്റായിരിക്കണം. ഓക്കെ. പിന്നീട് ഈ പറയുന്നത് പോലെ വിവിധ മേഖലകൾ, പിന്നീടൊരു പാലാ ബൈ ഇലക്ഷൻ, പൂർണ്ണമായും അതിന് മുൻപ് തന്നെ പൊതുപ്രവർത്തന രംഗത്തും രാഷ്ട്രീയ രംഗത്തും സജീവമാണ്. പക്ഷേ പാല എന്ന് പറയുന്നത് മാണിയുടെ സ്വന്തം പാല എന്നുള്ളത് പിന്നീട് മാണിയുടെ തന്നെ സ്വന്തം പാലയായി മാറുന്നു. ആ ഒരു തെരഞ്ഞെടുപ്പ് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ചും ആദ്യത്തെ MLA സ്ഥാനം എന്നൊക്കെ പറയുന്നത് വലിയ സംഭവമാണല്ലോ, പ്രത്യേകിച്ചും പാലാ പോലൊരു മണ്ഡലം. പാലാ മണ്ഡലത്തിൽ ഞങ്ങൾക്കും ബേസുണ്ട്. എൻ്റെ ഫാദർ പാലായിലെ മുനിസിപ്പൽ ചെയർമാനായിരുന്നു. MP ആയിരുന്നു പാലാ ഉൾപ്പെടുന്ന മൂവാറ്റുപുഴ പാർലമെൻറ്റിൽ നിന്ന്. പിന്നെ MLA ആയിരുന്നു തിരുക്കൊച്ചി നിയമസഭയിൽ. ആ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ 3 ബ്രദേഴ്സ് ഒരേ സമയം പല മുനിസിപ്പൽ കൗൺസിലേഴ്സായിരുന്നു 2000 മുതൽ 2005 വരെ. അപ്പോൾ പൊളിറ്റിക്കലി ഒരു ബേസ് നമുക്കിവിടെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ മാണി സാറ് ഇത്രയും പ്രഗത്ഭനായിട്ടും അദ്ദേഹത്തിൻ്റെ ഞാൻ ആദ്യം മത്സരിക്കുന്നത് 2006-ലാണ്. അതിന് മുമ്പിലത്തെ ഇലക്ഷൻ 26,000 വോട്ടിൻ്റെ മാർജിനായിരുന്നു. അത് ഞാൻ വന്നപ്പോൾ അത് 7,500-ലേക്ക് വന്നു. പിന്നെ അത് 5,700-ലേക്ക് വന്നു. അവസാനം 4,200-ലേക്ക് വന്നു. അപ്പോൾ താഴ്ത്തി കൊണ്ടുവന്നപ്പം ഉപതെരഞ്ഞെടുപ്പ് വരുമ്പം അതുപോലൊരു കാൻഡിഡേറ്റ് അല്ല വരുന്നുണ്ട് എന്ന് ജയിക്കും എന്ന് എനിക്കൊരു കോൺഫിഡൻസ് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. തന്നെയല്ല, അതിന് ഏറ്റവും വലിയ മുഴുവൻ ചാനലുകാരും നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു 27,000 വോട്ടിൽ തോറ്റു പോകുന്നത്. പക്ഷേ എനിക്ക് 100% കോൺഫിഡൻസ് അത് ജയിക്കുമെന്ന്. കാരണം വേറൊന്നും കൊണ്ടല്ല, ആളുകൾക്കൊരു സിമ്പതി ഉണ്ടല്ലോ. 1, 2 മാണി സാറിനെ പോലെ ഒരു പ്രഗത്ഭനല്ല എതിര് നിൽക്കുന്നത്. ഇവരെ ഒന്ന് പരീക്ഷിച്ചേക്കാം എന്ന് ജനം ധരിച്ചു. അവരുടെ ധാരണ തെറ്റായില്ല. പരീക്ഷണം പാലക്കാർക്ക് വിജയിച്ചു. കാരണം എൻ്റെ എതിർ സ്ഥാനാർത്ഥിയോട് ചോദിച്ചു ഇലക്ഷൻ കഴിഞ്ഞപ്പം, ഞാൻ ജയിച്ചു കഴിഞ്ഞപ്പം, എന്തുപദേശമാണ് ജയിച്ചയാളിന് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞു. പന്ത് കളിയും സിനിമയല്ല രാഷ്ട്രീയം, അത് അയാൾക്ക് മനസ്സിലായിക്കോളും എന്ന ധാർഷ്ട്യത്തോടുകൂടി പുള്ളി പറഞ്ഞു. അപ്പം ഞാനും തീരുമാനിച്ചു, എന്നാൽ ഇതെങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കണമെന്ന്. ഞാനിപ്പോൾ എൻ്റെ മാണി സാറിൻ്റെ വീട്ടിലോ ഇപ്പം അദ്ദേഹത്തിൻ്റെ മകൻ്റെ വീട്ടിലോ വെച്ച് ആളുകൾ ചെന്നാൽ 9-8 ആളുകളെ കാണുള്ളൂ. ഞാനത് 7:30 ആകുമ്പം ഫ്രണ്ട് വന്നിരിക്കും. ഓരോരുത്തരെ അപ്പം തന്നെ വരുന്നവരവരെന്നൊരു പറഞ്ഞുവിടും. ഒരു ആൾക്കൂട്ടം അവിടെ ഉണ്ടാകാൻ ഒരിക്കലും ഞാൻ സമയത്ത്. അങ്ങനെ ആൾക്കൂട്ടം വരുന്നത് ഞായറാഴ്ച ഞാൻ പള്ളിയിൽ പോയി തിരിച്ചു കൊണ്ട് 8 മണി കഴിയും. ആ സമയത്ത് കുറച്ച് ആളുകൾ കൂടുതലാണ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ വരുന്നവരെ അപ്പം ഡിസ്പോസ് ചെയ്യും. അവരവർക്ക് വേണ്ടി ആവശ്യങ്ങൾ ചെയ്യാവുന്നതാണ്, അപ്പം തന്നെ ചെയ്തു കൊടുക്കും.
ഇല്ല ഇനി 10 മണിക്ക് വല്ലതും ഏതെങ്കിലും ഓഫീസിൽ വിളിക്കേണ്ടതാണെങ്കിൽ അന്നേരം വിളിച്ച് അതോടെ ഏർപ്പാടാക്കിയിട്ട് ഇവരെ തിരിച്ചു വിളിക്കും. പിന്നെ പാലയിൽ ഒരു MLA ഓഫീസ് ചരിത്രത്തിലായിട്ടുമായി വന്നത് ഞാൻ വന്നതിന് ശേഷമാണ്. അവിടെ 3 സ്റ്റാഫുണ്ട്. നല്ല ഭംഗിയായ രീതിയിൽ അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് വില്ലേജ് ഓഫീസർ, അല്ലെ താലൂക്ക് ഓഫീസർ, അല്ലെ സപ്ലൈ ഓഫീസർ, അല്ലെ എക്സൈസ്, അല്ലെ പോലീസ്, അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളുള്ള കൊണ്ടുവരുന്നത്. നമ്മൾ അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ജനം ഹാപ്പി. പിന്നെ വികസന പ്രവർത്തനങ്ങളിൽ ഞാൻ ചെയ്തത് ഇടതുപക്ഷ ഗവൺമെൻറ് ഭാഗമായി ഞാനുണ്ടായിരുന്നപ്പം, മന്ത്രിയായിട്ടില്ല, MLA ആയിട്ടുണ്ടായിരുന്നപ്പം ഏതാണ്ട് 87 കോടി രൂപയുടെ വികസനം പാലയെ കൊണ്ടുവരാൻ പറ്റി. പാല എന്ന് പറയുന്നത് മാണിസാർ പാലാ പട്ടണത്തിൽ നടുക്ക് 2 വാർഡിൽ മാത്രം വികസിപ്പിച്ചപ്പോൾ ഞാനത് ഗ്രാമങ്ങളിലേക്ക് വിട്ടു. 2 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് അവിടെ ഉണ്ടായി. ഒന്ന് ഇലവിഴ പൂഞ്ചിറയും, ഒന്ന് ഇല്ലീക്കലും. ഇല്ലീക്കൽ എന്ന് പറഞ്ഞാൽ മീനച്ചിലാറിൻ്റെ ഉത്ഭവ സ്ഥലമാണ്. അങ്ങോട്ടേക്ക് ടൈലും ഒക്കെ ഇട്ട് റെയിലിങ്സും ഒക്കെ കൊടുത്ത് നല്ല ടിപ്പ് ടോപ്പാക്കി ആളുകൾക്കെല്ലാം കാണുമ്പോൾ ടൂറിസത്തെ കൂടുതലായി പ്രൊമോട്ട് ചെയ്തു. ഇലവിഴ പൂഞ്ചിറ അതുപോലെ തന്നെ അങ്ങോട്ട് കയറി പോകാൻ പറ്റരുതില്ല. 5.5 കിലോമീറ്റർ റോഡെന്ന് പറയുന്നത് 1500 രൂപയായിരുന്നു ജീപ്പ് കൂലി മേടിച്ചിരുന്നത്. കാരണം അവർക്കും മുതലാകത്തില്ല. 4 ഓട്ടോടും 3 ടയർ പോവും. അതിപ്പോൾ നല്ല BN BC ലെവലിൽ നല്ല 1-2 ടാറിങ് നടത്തി അവിടെ വരെ എത്തി. ആ ഒരു ഡെവലപ്മെൻറ്റ്. പക്ഷേ അതിന് ശേഷം ഈ ഗവൺമെൻറ് വന്ന ശേഷം അതിൻ്റെ ബാക്കി പ്രൈമറി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ പോലും ചെയ്യാൻ തയ്യാറായില്ലെന്ന് തന്നെയല്ല, 3.5 കോടി രൂപ സാങ്ഷനാക്കിയിരുന്നത് ക്യാൻസൽ ചെയ്തു. ബൈ ഇലക്ഷനിൽ LDFിൻ്റെ കൂടി പിന്തുണയോടെയാണ് മത്സരിക്കുന്നത്. LDF പിന്തുണയോടുകൂടി മത്സരിക്കുകയാണ്. പക്ഷെ പിന്നീട് അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിൽ നേരെ കളം മാറ്റി ചവിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മൾ സാധാരണഗതിയിൽ അതിന് പറയുക രാഷ്ട്രീയ വഞ്ചന എന്നൊക്കെ അല്ലേ. NCPയുടെ ഭാഗം, NCP അന്ന് ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഭാഗമായിരുന്നു. ആ NCPയുടെ ഭാഗമായിട്ട് ഞാൻ മത്സരിക്കുമ്പോൾ എൻ്റെ തൊട്ട് 3 മാസം മുമ്പ് നടന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ VN വാസവൻ പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു. ചാഴികാടനുമായിട്ട് അന്ന് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന UDFിൻ്റെ ചാഴികാടനുമായിട്ട് 33,000 വോട്ടിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഒരു കാരണവശാലും ജയിക്കുകയില്ല എന്ന ആളുകൾ നിങ്ങൾ ചാനലുകാർ ഉൾപ്പെടെയുള്ളൊരു കണക്കൂട്ടിയത് അതുകൊണ്ടായിരുന്നു. അന്നും 2943 വോട്ടിന് ഞാൻ ജയിച്ചു. ശരി, പക്ഷേ ഈ പറയുന്നത് പോലെ വഞ്ചനയാണെന്ന് ചോദിച്ചാൽ അതെ, ഞാൻ തിരിച്ചൊന്ന് ചോദിച്ചോട്ടെ. ഈ ജോസ് കെ മാണിയും ചാഴികാടനും മറ്റ് 2 MLAമാരും അവിടെ ജയിച്ചത് UDFിൻ്റെ വോട്ട് കൊണ്ടല്ലേ. അതെ. ഇവിടെ ഒരു വഞ്ചന വന്നപ്പോൾ അവിടെ 4 എണ്ണം വന്നില്ലേ. അയാൾ ചെയ്തത് കൊണ്ട് ഞാനും അത് ചെയ്യും എന്നല്ല ഞാൻ പറഞ്ഞ ഞാൻ 1.5 വർഷം MLA ആയിരുന്നു. ആ 1.5 വർഷം നല്ല വൃത്തിയായിട്ടൊരു MLA ആയിട്ട് പ്രവർത്തിച്ചു. ഞങ്ങളുടെ NCP എന്ന് പറഞ്ഞ പാർട്ടിക്ക് 3 MLAമാരുണ്ടായിരുന്നു. തോമസ് ചാണ്ടി കുട്ടനാടുന്ന്, AK ശശീന്ദ്രൻ എലത്തൂരിന്ന്, പാലായിന്ന് ഞാനും. പിന്നത്തെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവർ മുന്നണിയിലേക്ക് വന്നു എന്ന് പറഞ്ഞ് എന്നെ പാലായിൽ നിന്ന് ഒഴിവാക്കുക, വേണമെങ്കിൽ കുട്ടനാട്ട് പോയി മത്സരിച്ചോളാൻ പറഞ്ഞു. അതിനകത്തൊരു ജസ്റ്റിഫിക്കേഷൻ എനിക്ക് തോന്നിയില്ല. ഞാൻ എൻ്റെ നേതാവ് ശരത് പവാറിനോടും പറഞ്ഞത് നമുക്ക് 3 സീറ്റുണ്ടായിരുന്നു, അവർ 3ാമതൊരു സീറ്റ് വിജയസാധ്യതയുള്ളത് നമുക്ക് തരട്ടെ, മാറാം. അത് നമ്മുടെ കയ്യിലുള്ളൊരു സീറ്റ് നമ്മൾ വിട്ടുകൊടുക്കുന്നു പറഞ്ഞതിനകത്ത് ജസ്റ്റിഫിക്കേഷൻ എന്താണ്? ആ ഒരു പോയിന്റിൽ ശരത് പവാറിനും അത് ബോധ്യപ്പെട്ടു. ഞാൻ എന്നെ പുറത്താക്കിയെന്ന് പറഞ്ഞൊരു കത്തി എന്നാൽ ഒരു ബാക്കി നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്നത് പോലെ പാലാ മണ്ഡലത്തിൽ ഒരു മാറ്റം, അല്ലെങ്കിൽ പാലാ മണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും LDFിലേക്ക് വരുന്നു, അല്ലെങ്കിൽ LDFിൻ്റെയും കൂടി ഒരു ബേസ് ഉണ്ടായിരുന്നു ആ വോട്ടുകൾക്ക്. മാണി സി കാപ്പൻ ആദ്യമായി ജയിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ കൂടി ഒരു വോട്ടിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ അതാണ് ഞാൻ ചോദിക്കുന്നത്, അതിൽ പിന്നെയും ക്ലാരിറ്റി വരാത്തൊരു പോർഷൻ അവിടെയാണ്. കാരണം എനിക്ക് ആ സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പാർട്ടി വിട്ട് പുറത്തു പോവുക, ഓപ്പോസിറ്റ് മുന്നണിയുടെ ഭാഗമാവുക. 2 കാര്യമുണ്ട്. അന്ന് 6 ഉപതെരഞ്ഞെടുപ്പ് നടന്നു. 52 കൊല്ലം മാണി സാർ MLA ആയിരുന്ന പാലാ സീറ്റ് പിടിച്ചെടുത്തപ്പോൾ അന്ന് LDFിൻ്റെ സ്ഥിതി മോശമായിരുന്നു. അത് LDFിൻ്റെ ഒരു ബൂസ്റ്റായിരുന്നു. അതിൻ്റെ കൺസിഡറേഷൻ എനിക്ക് തന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ 87 കോടി രൂപയുടെ വികസനം അവിടെ കൊണ്ടുവരാനായിട്ട് പിണറായി വിജയൻ സഹായിച്ചിട്ടുണ്ട്. ഞാൻ രമേശ് ചെന്നിത്തലയുടെ വന്ന പ്രകടനത്തിൻ്റെ ഇടയ്ക്ക് ആ യോഗത്തിലേക്ക് ഞാൻ ചേരുന്നത്. I think it was in 2021 February 14th. പാല കാണാത്ത ജനക്കൂട്ടമായിരുന്നു. ഇന്ന് വരെ പാലയിൽ അങ്ങനെ ഒരു വലിയ ജനക്കൂട്ടം ഉണ്ടായിട്ടില്ല. ഒരു ജനക്കൂട്ടത്തെ നമ്മൾ കൊണ്ടുവന്നല്ല, ഇങ്ങനൊരു മീറ്റിംഗ് നടക്കുന്നു, ഇതിലേക്ക് ചേരുന്നു എന്ന് അറിഞ്ഞിട്ട് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവർ എല്ലാവരും കളത്തിലിറങ്ങി, രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഇറങ്ങി. അപ്പോൾ എനിക്ക് 100% കോൺഫിഡൻസ് ആയിരുന്നു ജയിക്കുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ സാധ്യതകൾ എന്താണ്? UDF ഒരു 100 സീറ്റിന് മേൽ ജയിക്കും. എന്താണ് അതിൻ്റെ ഒരു ബേസ്? ഈ
ഭരണത്തോടുള്ള ജനത്തിൻ്റെ വിരോധം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുള്ള വ്യത്യാസം പറയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു അഴിമതിയില്ലാത്ത വളരെ പെർഫെക്റ്റായിട്ടുള്ള ഗവൺമെൻറ്റായിരുന്നു. നല്ല മന്ത്രിമാർ, തോമസ് ഐസക്ക്, നമ്മുടെ സുധാകരൻ, ഈ പറഞ്ഞ കെ ശൈലജ, ഇ.പി. ജയരാജൻ, അവരവർ തന്നെ തീരുമാനമെടുത്ത് കാര്യങ്ങൾ മുമ്പോട്ട് നടത്തുന്നൊരു ഗവൺമെൻറ്റായിരുന്നു. പിണറായി വിജയൻ നല്ല മുഖ്യമന്ത്രിയായിരുന്നു. അഴിമതിയില്ല, യാതൊരു പ്രശ്നങ്ങളുമില്ല. ഇവിടെ നിപ്പ വന്നു, പിന്നെ കോവിഡ് വന്നു. അവിടെയെല്ലാം ജനങ്ങളെ കരുതലോടുകൂടി കണക്കാക്കിയ ഒരു ഗവൺമെൻറ്. കോവിഡ് കാലത്ത് കിറ്റ് കൊടുത്തു, അരി ഫ്രീ കൊടുത്തു, അല്ല ജനങ്ങളെ കരുതലോടുകൂടി കരുതിയ ഒരു ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിനോട് സ്നേഹം സ്വാഭാവികമായും ജനങ്ങൾക്കുണ്ടാവും. ഇന്നത്തെ സ്ഥിതി അതാണോ? ഞാനിത് പറഞ്ഞു തരണോ? കാരണം എന്താണ് ആ സാഹചര്യത്തിൽ നിന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്കുള്ള മാറ്റം? പ്രത്യേകിച്ചും 2021 അവസാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ നിന്ന് ഇപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഉണ്ടായ മാറ്റം എന്താണ്? ആ മാറ്റം ഉപതെരഞ്ഞെടുപ്പുകളിലൂടെ തെളിയിക്കപ്പെട്ടല്ലോ. അല്ല, ഉപതെരഞ്ഞെടുപ്പുകൾ ഒരിക്കലും ഒരു ബെഞ്ച് മാർക്ക് ആണെന്ന് പറയാൻ പറ്റുമോ? കാരണം ഇതിനു മുൻപും ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. ആ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അതിനുശേഷം, അതായത് ചരിത്രത്തിൽ ആദ്യമായാണ് സംസ്ഥാനത്ത് ഒരു മുന്നണി വീണ്ടും അധികാരത്തിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അതിന് തൊട്ട് മുൻപ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ മിന്നുന്ന വിജയം നേടിയ ആൾക്കാരാണ് ഈ പറയുന്ന UDF-കാർ. പക്ഷേ പിന്നീടോ? തെറ്റാണ്. LDF ഭരിക്കുന്ന കാലത്ത് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ ആദ്യം പാലാ ജയിച്ചു, പിന്നെ 2 സീറ്റ് കൂടെ ജയിച്ചു, 3 എണ്ണം. ഇത് 3 കോൺഗ്രസിൻ്റെ ഇരുന്നതാണ്, UDF-ൻ്റെ ഇരുന്ന സീറ്റാണ്. അതെ, വട്ടിയൂർക്കാവും പാലയും 3ാം നടന്നില്ല, 3 സീറ്റ് ജയിച്ചു. അതൊരു വലിയ മോറൽ ബൂസ്റ്റപ്പല്ലേ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം. ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആയിരിക്കും, UDF-ന്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആയിരിക്കും. ത്രിതല പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുപ്പിൽ എൻ്റെയൊക്കെ മേഖലയിൽ എൻ്റെ അറിവ് വെച്ച് അത് പേഴ്സണൽ വോട്ട്സാണ് കൂടുതൽ. ഞാൻ പാലാ ടൗണിൽ NCP സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. ഞാനല്ലാതെ വേറൊരു NCP-കാരൻ ആ വാർഡിലില്ല. ഞാനവിടെ ജയിച്ചു. അതൊരു വ്യക്തിബന്ധങ്ങളുടെ പേരിലുള്ള വോട്ടാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രതിഫലനം അതിലുണ്ടാവണം എന്നില്ല. പക്ഷെ മലബാർ മേഖല പൊളിറ്റിക്കൽ വോട്ട്സാണ്. അതുകൊണ്ട് മലബാർ മേഖലയിൽ എങ്ങനെ വരുന്നു എന്നുള്ളത് ഈ പറഞ്ഞ ഒരു ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കാം. UDF-നെ സംബന്ധിച്ചിടത്തോളം UDF-ന്റെ ഒരു ലീഡർഷിപ്പിനെ കുറിച്ചൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുൻപാണ് സ്വർണ്ണക്കടത്ത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ വിവാദത്തിലാകുന്നൊരു സമയം ഉണ്ടാകുന്നു. മുഖ്യമന്ത്രിയുടെ മകളുടെ ഓഫീസുമായി കണക്ട് ചെയ്യുന്നുള്ള വിവാദങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ്. അതായത് 2020 കാലഘട്ടം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഇടത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയ ടാസ്കുകൾ ഉണ്ടായിരുന്നൊരു സമയമാണ്. പക്ഷെ അത് കഴിഞ്ഞ് അതിനേക്കാൾ, അതായത് അതിന് തൊട്ട് മുൻപ് ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ സീറ്റ് നേടിയാണ് ഈ പറയുന്നത് പോലെ ഇടതുമുന്നണി അധികാരത്തിൽ വരുന്നത്. അല്ല, അലിഗേഷൻസ് എന്തായിരുന്നു? KT ജലീൽ ഖുറാനിൽ സ്വർണം കടത്തുന്നു. അല്ലല്ല, അതിന് മുൻപാണ്, ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വിഷയം വന്നിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 2021 പുതിയ അസംബ്ലി വന്ന ശേഷമാണ് ഇത് വെളിവരുന്നത്. മുമ്പ് നടന്നിരുന്നു എന്ന് കേട്ടിക്കോ. അത് വെളിയിൽ വരുന്നതും ജനം അറിയുന്നത് 21-നാണ്. 21 പുതിയ അസംബ്ലി വന്നു. 2021 മെയ് 20 പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തു. അതിന് ശേഷമാണ് ഈ അലിഗേഷൻസ് മുഴുവൻ വന്നത്. 1ാം പിണറായി സർക്കാരിൽ യാതൊരു അലിഗേഷൻസും ഇല്ലായിരുന്നു, ആർക്കും ഒന്നും പറയാനില്ല. അതുപോലെ പെർഫെക്റ്റായിട്ട് വരാം. അഴിമതികൾ നടന്നിട്ടുണ്ടാവാം, പക്ഷെ അത് മുഴുവൻ പുറത്തു വന്ന 21-ന് ശേഷമാണ്. 21-ന് ശേഷമാണ് വന്നിട്ടുള്ളത്. ശരി, ഇപ്പോൾ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ UDF-നുള്ള പോസിറ്റീവ് ഫാക്ടേഴ്സ് എന്താണ്? വരാനുള്ള തെരഞ്ഞെടുപ്പിൽ പോസിറ്റീവ് ഫാക്ടേഴ്സ് ആന്റി ഇൻകംപൻസി ഉള്ളത് കൊണ്ട് ഞങ്ങളെ തെരഞ്ഞെടുക്കണം എന്നുള്ളതല്ലല്ലോ പറയുന്നത്. ഭരണവിരുദ്ധതയുണ്ട്. 2, UDF യോഗത്തിൽ ഞാൻ പറഞ്ഞു, മറ്റുള്ളവർ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ ഗവൺമെൻറ് സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. നമ്മളെങ്ങനെ ഈ സാമ്പത്തിക പ്രതിസന്ധി കവർ ചെയ്യും? ഇപ്പോൾ കേന്ദ്രം തന്നില്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞോട്ടിരിക്കുന്നതിന് പകരം ഇവിടെ പ്രായോഗികമായി പ്രാവർത്തികമാകാവുന്ന 100 കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ സജഷൻസ് അവിടെ പറയാം. ഫോർ എക്സാമ്പിൾ, കുട്ടനാട്ടിൽ, ലോവർ കുട്ടനാട്, അപ്പർ കുട്ടനാട്ടിലെല്ലാം വെള്ളം പൊക്കമാണ് എപ്പോഴും. ഞങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്ന കിഴക്കൻ പ്രദേശത്ത് വരുന്ന വെള്ളം അവിടെ കെട്ടിക്കിടക്കുക. ഒരു 3000 ഏക്കർ സ്ഥലം, കൊച്ചി എയർപോർട്ട് ഉണ്ടാക്കാൻ 3000 ഏക്കറിനകത്തില്ലേ? 3000 ഏക്കർ സ്ഥലത്ത് ഇപ്പോൾ ഇവിടെ 18-20 അടി ചേറും ചെളിയുണ്ട്. ഇതുപോലെ 3000 ഏക്കറുള്ള സ്ഥലം ഒരു പുതിയ ടൗൺഷിപ്പ് ഡെവലപ്പ് ചെയ്യണം.
അപ്പം കനാലുകളിലെല്ലാം ഇതിങ്ങനെ കോരി കഴിയുമ്പോഴത്തേനും വെള്ളപ്പൊക്കത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകും. വലിയൊരു ടൗൺഷിപ്പ് വരിക, ആ ടൗൺഷിപ്പിൽ നിന്ന് ഇൻകം ഗവൺമെൻറ് എത്രയാണ്? അതിനകത്ത് 5 സ്റ്റാർ ഹോട്ടൽസ് വരും, സ്റ്റേഡിയംസ് വരും, റെസിഡൻഷ്യൽ കോംപ്ലക്സ് വരും. ഗവൺമെൻറ് വിൽ ബി ഗെറ്റിംഗ് എ ഹ്യൂജ് എമൗണ്ട് ഔട്ട് ഓഫ് ഇറ്റ്. ഇതെന്തുകൊണ്ട് പ്രായോഗികമായി ഇവർ ചെയ്യുന്നില്ല? ഞാനിത് എൻ്റെ ഫ്രണ്ട് തോമസിനോട് ഞാൻ പറഞ്ഞത്, നിങ്ങളിതിന് ശ്രമിക്കരുത്. ഇത് കുടിവെള്ളത്തിനും കൃഷിക്കും വേണ്ടിയിട്ടുള്ള വെള്ളത്തിൻ്റെ സൗകര്യത്തിന് കേന്ദ്ര സർക്കാർ അതിൻ്റെ 75% വരെ ഇത് തരും, ഗ്രാൻഡ്. അത് ഉപയോഗിക്കണം. ഇവിടുത്തെ ആറുകളും തോടുകളും മുഴുവൻ നിറഞ്ഞു കവിയുന്നു. മഴ 2 ദിവസം നിന്നാൽ അന്നേരം നേരെ താഴുക വെള്ളം. അതായത് ജനങ്ങൾക്കിടയിലേക്ക് എത്താൻ UDF കഴിയുന്നുണ്ടോ ഇപ്പോൾ? കാരണം ഇപ്പോൾ നേരത്തെ നമ്മൾ പറയുക LDFകാരേക്കാൾ കൂടുതൽ അപ്രോച്ചബിൾ ആണ് UDF എന്ന് പറയും. പ്രത്യേകിച്ചും UDFിൻ്റെ യുവജന സംഘടനകൾ, യൂത്ത് കോൺഗ്രസ് ആകട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ KSU ആകട്ടെ. ഇപ്പോൾ ഒരു വീട്ടിലൊരു കല്യാണം നടന്നാൽ പണ്ട് പറയും DYFIക്കാരുണ്ടാവുന്നു, പക്ഷേ പിന്നീട് കുറച്ചുകൂടി അപ്രോച്ചബിൾ ആകുന്നത് ഈ പറയുന്നത് പോലെ ഈ KSUക്കാരും. ഞാൻ പറഞ്ഞത് തീർന്നില്ലായിരുന്നു. ഇൻകം എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന വഴി പറഞ്ഞു. 2, കർഷകർ മുഴുവൻ രക്ഷപ്പെടും. കാരണം കാർഷിക വിളകൾക്ക് പലപ്പോഴും വിലയില്ല, ചിലവ് ഭയങ്കര വിലയാണ്. ഫോർ എക്സാമ്പിൾ പൈനാപ്പിൾ 60 രൂപ വരെ വില വരും. ഇപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ 5 രൂപ വരെ വിലയില്ല. അപ്പം ഞാനൊരു പ്രപ്പോസൽ കൊടുത്ത് ഒരു കോൾഡ് സ്റ്റോറേജും ഫുഡ് പാർക്ക് കൂടെ പാലായി കൊണ്ടുവരാൻ അന്ന് പിണറായി വിജയൻ സമ്മതിക്കുകയും സ്ഥലത്തിൻ്റെ അന്വേഷണമൊക്കെ നടത്തുകയും നല്ല സ്ഥലം എടുക്കുന്നതിൻ്റെ ഒരു പ്രോസസ്സ് വരെ ആയതാണ്. ഈ ഗവൺമെൻറ് വന്നപ്പോൾ അതൊക്കെ പരിപൂർണമായി നിർത്തി. ആ ഒരു സാധനം സ്ഥാപിച്ചാലുള്ളൊരു ഗുണം, ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പറയാം, വാഴച്ചുണ്ടും ഞങ്ങളുടെ വാഴക്കൂമ്പിനെ വാഴച്ചുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു. അതുപോലെ വാഴപ്പിണ്ടി എന്ന് പറഞ്ഞാൽ ട്യൂബിലേറ്റ് ഉപയോഗിക്കുന്ന സാധനമുണ്ട്. അത് ഏത്ത വാഴയുടെയും പാളയംകുടം വാഴയുടെയും ഇത് രണ്ടും കറി വെക്കാൻ ഉപയോഗിക്കാവുന്നതാണ്, തോരനാക്കാൻ. ഇത് ടെട്രാ പാക്കിൽ ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിൽ 1 വർഷം ഇരിക്കും ഈ സാധനം. ഭയങ്കര ഹെൽത്തി ഫുഡാണ്, വാല്യൂ ആഡഡ് പ്രോഡക്റ്റായി മാറുക. കർഷകനെ സംബന്ധിച്ച് ഈ രണ്ടിനും വില കിട്ടുന്നതല്ല, അത് രണ്ടിനും 10 രൂപ കിട്ടും. പ്ലസ് അവൻ മാർക്കറ്റിൽ ചില സമയം കംപ്ലീറ്റ് കൂടുതലുള്ള സമയത്ത് ഏത്തയ്ക്കായ്ക്ക് കഴിഞ്ഞ ഒരു 4 മാസം മുമ്പ് 22 രൂപ കിലോ വരെ ഉള്ളൂ. ഇപ്പം ഓണമാകുമ്പോൾ 90 രൂപ വരും. അത് സ്ഥിരം ഈ കോൾഡ് സ്റ്റോറേജിൽ കൊണ്ടുവന്ന് കീപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ കർഷകനെ സംബന്ധിച്ച് ഏത് സീസണിലും 60 രൂപ വെച്ച് വില കിട്ടും കിലോയ്ക്ക്. അതുകൂടാതെ ഉപഭോക്താവിനെ സംബന്ധിച്ചും ഏതാണ്ട് ഈ സെയിം വിലയ്ക്ക് സാധനം കിട്ടിക്കൊണ്ടിരിക്കും. ഇവിടെ പലപ്പോഴും വേരിയേഷൻസ് വരാറുണ്ട്. ഉള്ളി ചിലപ്പോൾ 200 രൂപ വരും, വെളുത്തുള്ളി ചിലപ്പോൾ 200 രൂപ വരും, സബോള 150 രൂപ വരെ വരും. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇത്തരം കോൾഡ് സ്റ്റോറേജുകൾ ഉണ്ടെങ്കിൽ ഒരു നിയോജകമണ്ഡലത്തിൽ വരണം. 1000 ടണ്ണിൻ്റെ ഒരു കോൾഡ് സ്റ്റോറേജിന് 10 കോടി രൂപ ചിലവുണ്ട്. അതിൽ 5 കോടി രൂപ കേന്ദ്രത്തിൻ്റെ ഗ്രാൻഡാന്ന് പറയണം. അപ്പോൾ കാർഷിക മേഖലയെ രക്ഷപ്പെടുത്താൻ ഇങ്ങനെ കഴിയും. അപ്പം കൂടുതൽ ആളുകൾ കൃഷിയിലേക്ക് തിരിയും. അതുപോലെ ഇപ്പോൾ റബ്ബർ തോട്ടങ്ങൾ, റബ്ബർ മുഴുവൻ നഷ്ടമാണ്. ഇനിയിപ്പോൾ 400 രൂപ കിലോയ്ക്ക് വില കിട്ടിയാലും റബ്ബർ രക്ഷപ്പെടത്തില്ല. പിന്നെ അദ്ദേഹത്തെ ടാപ്പ് ചെയ്യാനുള്ള ആളില്ല. എസ്റ്റേറ്റുകൾ വെട്ടി നിരത്തണമെന്നല്ല ഞാൻ പറഞ്ഞത്, അത് സാധിക്കില്ല. അതേസമയം 15 ഏക്കർ വരെയുള്ള പുരയിടമാണ്. ആ 15 ഏക്കർ വീതമുള്ള പുരയിടത്തിൽ 100 ഏക്കർ വെച്ച് ഓരോ സൊസൈറ്റി ഫോം ചെയ്യുക. അവിടെ സോളാർ വെക്കുക, അത് ബാറ്ററി സ്റ്റോർ ചെയ്യുക, അതിന് ഗ്രിഡ് ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുക്കുക. ഇതിൻ്റെ മുഴുവൻ എക്സ്പെൻസ് ബാങ്ക് തരും, ഗവൺമെൻറ് ഗ്യാരണ്ടി ഉണ്ടായാൽ മതി. ആദ്യത്തെ 2 വർഷം ഈ സലാഡ് ഡോമിനെ സംബന്ധിച്ച് ഒരു 2 ലക്ഷം രൂപ ഇൻകം കിട്ടും ഒരു വർഷം. 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻകം എന്ന് പറയുന്നത് 4 ലക്ഷം രൂപയുടെ ആവും. 15 കൊല്ലത്തെ വാറണ്ടി ഉണ്ട് ഇതിന്, ബാറ്ററിക്കും ഇതിനുമെല്ലാം. ഇത് എങ്ങനെ ഈ പൈസ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ 10% പവർ 3.75 രൂപയ്ക്ക് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കണമെന്നുള്ള കണ്ടീഷൻ വേണം. അപ്പോൾ ഇവിടുത്തെ കറണ്ട് ഇയർ താഴെ കൊണ്ടുവരാൻ പറ്റും. രണ്ടാമത് പീക്ക് ടൈമിൽ ഇത് വിൽക്കണം. അപ്പോൾ ഒരു യൂണിറ്റിന് 12 രൂപ, 14 രൂപ, 15 രൂപ, 16 രൂപ വരെ കിട്ടും. അതിനൊരു അതോറിറ്റി മേളിലുണ്ടായാൽ എനിക്ക് തോന്നുന്നൊരു 30,000 ഹെക്ടർ ഇത് കൊണ്ടുവന്നാൽ ഒരു 45,000 കോടി രൂപ ഈ ഗവൺമെൻറ് ആയി കിട്ടും. അതായത് എനിക്ക് തോന്നുന്നു ഏത് മുന്നണിയാണെങ്കിലും താങ്കളുടെ ഒരു ബിസിനസ് സൈഡായിരിക്കും കുറച്ചുകൂടി ഉപയോഗപ്പെടുത്തേണ്ടത്. നമ്മുടെ ഇപ്പം ഞങ്ങളുടെ കാശില്ലേ കേന്ദ്രം തരുന്നില്ലേ, ഇത് കരേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞ ഈ 3 കാര്യങ്ങളിൽ നിന്ന് മാത്രം എത്ര കോടി രൂപ വരും? അത് ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മളെന്തിനാ കേന്ദ്രത്തിൻ്റെ കാല് പിടിക്കാൻ പോകുന്നത്? അല്ല, കേന്ദ്രത്തിൻ്റെ കാല് പിടിക്കുന്നതല്ല, നമ്മൾക്ക് ഡിസർവ് ചെയ്യുന്ന നമ്മുടെ അവകാശപ്പെട്ട പണം തരിക എന്നുള്ളതാണല്ലോ നമ്മൾ അവകാശപ്പെട്ട പണത്തിന് പുറമെ ഓൺ സോഴ്സും കൂടെ. അല്ല, ഓൺ സോഴ്സ് ഉണ്ട്. ആ ഓൺ സോഴ്സിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ശ്രമിച്ചില്ല എന്നുള്ളതാണ്
ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായ കുഴപ്പം. അപ്പോൾ ഇനിയും വരുന്ന ഗവൺമെൻറ്റിൽ ഇതുപോലെ ഐഡിയാസ് പറഞ്ഞു. ഞാൻ ഈ 3 ഐഡിയാസ് പറഞ്ഞു, മറ്റു പല ഐഡിയാസും പറഞ്ഞിട്ടുണ്ട്. ആ ഐഡിയാസ് പ്രാവർത്തികമാക്കണം. നമ്മൾ ഇടുക്കി ഡാം 40 അടിയോളം ചേറും ചെളിയും മണ്ണുമാണ്. ഇത് വിറ്റാൽ എന്തുമാത്രം വില കിട്ടും? ഇപ്പം ഇനി ഏതാണ്ട് 4 അടി കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ തുറന്നു വിടാൻ പോവുക. ഈ വെള്ളം വേസ്റ്റ് അല്ലേ? അതെടുത്തൊരു വെള്ളപ്പൊക്കത്തിന് കാരണമാക്കത്തില്ലേ? ഈ ചേറും ചെളി എന്തുകൊണ്ട് കോരുന്നില്ല? അത് വിറ്റൂടെ? ഞാൻ പറയാം, കുട്ടനാട് സ്ഥലം 3000 ഏക്കർ നികത്താൻ അതുകൊണ്ട് തികഞ്ഞില്ലെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഈ മണലിന് എന്തുമാത്രം വില കിട്ടും? അല്ല, എന്തുകൊണ്ട് സർക്കാർ, പ്രത്യേകിച്ച് ഇപ്പോൾ ശ്രീ മാണി സി കാപ്പൻ, താങ്കൾ ഏറ്റവും ചുരുങ്ങിയത് 2 വർഷക്കാലത്തോളം LDF സർക്കാരിൻ്റെ ഭാഗമായിരുന്ന ഒരാളാണല്ലോ. ആ സമയത്ത് ഈ പ്രപ്പോസൽസ് എന്തുകൊണ്ട് LDF സർക്കാരിന് മുന്നിൽ വെച്ചില്ല? പ്രായോഗികമായി അന്നതിൻ്റെ ആവശ്യമില്ലായിരുന്നു. കാരണം ഒന്ന് എൻ്റെ നിയോജകമണ്ഡലമല്ല കുട്ടനാട്, എനിക്കങ്ങനെ പറയേണ്ട കാര്യമില്ല. രണ്ടാമത്തെ വിഷയം, ഒരു നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ 2ാം പിണറായി സർക്കാരിൻ്റെ കാര്യത്തിൽ തീരെ ദയനീയമായ സാമ്പത്തിക സ്ഥിതി ആയപ്പോൾ എങ്ങനെ ഇത് ഗവൺമെൻറ്റിന് വേണ്ടി റേസ് ചെയ്യാം എന്നുള്ള ചിന്താഗതി എനിക്കുണ്ടായി. അതുപോലെ ബാക്കിയുള്ളവർക്കുണ്ടായിട്ടുണ്ട്. അത് വരുമ്പോഴത്തേന് നിങ്ങൾക്കറിയാം, ഇനിയൊരു ഭരണമാറ്റം വരുമ്പോൾ ഗവൺമെൻറ് സാമ്പത്തിക സ്ഥിതി എവിടെ പോകുന്നുള്ളത്. അപ്പോൾ അത്തരം ചിന്താഗതികൾ ജനങ്ങളുടെ ഉള്ളിലേക്ക് വെക്കുകയും വി ആർ ഗോയിങ് ടു ഡു ഇൻ ദിസ് വേ. കേരളത്തിലാണെങ്കിൽ പോലും ഇപ്പോൾ കേരളം രാഷ്ട്രീയമായൊക്കെ തന്നെ ചില പ്രശ്നങ്ങളുണ്ട് എന്നതൊഴിച്ചാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം വളരെ സമാധാനത്തോടു കൂടി ജീവിക്കുന്ന, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഒരിടമാണ്. പക്ഷേ കേരളത്തിലും ഈ ഗ്രാജുവലി വളർന്നുകൊണ്ടിരിക്കുന്ന BJPയുടെ ഗ്രോത്ത്, ആ ഗ്രോത്ത് എത്രത്തോളം അപകടകരമാണ്? അത് UDF അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? അത് പേടിക്കാനൊന്നുമില്ല. അവരൊരു സീറ്റും ജയിക്കാൻ പോകുന്നില്ല. കൂടി 1-2 സീറ്റ്, അതിന് വേണ്ടൊന്നും. 2 സീറ്റ് എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാലോ, ഗുജറാത്തിൽ എങ്ങനെയാണ് ഇവരുടെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ആദ്യം 1 സീറ്റും ഉണ്ടാകാതിരുന്ന ഇടത്തു നിന്നും 10 സീറ്റിലേക്ക് വരികയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ അധികാരത്തിലേക്ക് വരുന്നൊരു സാഹചര്യം 2001 ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. അവിടെയാണ് സാഫ്രണൈസേഷൻ, നമ്മൾ പറയുന്ന സോക്കോൾഡ് കാവ്യവൽക്കരണം എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ ആരംഭിക്കുന്നത് ഗുജറാത്തിൽ നിന്നാണ്. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സാണ് അതിൽ നിന്ന് മാറി നിന്നത്. കർണാടക പിന്നീട് BS യെദ്യൂരപ്പ BJP മുഖ്യമന്ത്രിയായി വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. അവിടെയും സമാനമായ രീതിയിൽ ഈ പറയുന്നത് പോലെ UDFും അല്ലെങ്കിൽ കോൺഗ്രസ് ഈ പറയുന്നത് പോലെ BJP അവഗണിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്തിനെ കണ്ടില്ല എന്ന് നടിച്ചതിൻ്റെ ഫലമാണ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ ആദ്യം കർണാടകയിൽ BJP അധികാരത്തിൽ വരുന്നത്. സമാന സാഹചര്യം കേരളത്തിൽ ഇല്ല എന്ന് നമുക്ക് എങ്ങനെയാണ് പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ പറഞ്ഞ 3 ഡെവലപ്മെൻറ്റ് പറയും. 4ാമത് ഞാൻ പറയുന്നത് ടൂറിസം. ഇന്ന് കേരളത്തിലെ ഏറ്റവും സ്കോപ്പുള്ള സംഭവമാണ്. പിന്നെ എൻ്റെ നിയോജകമണ്ഡലത്തിൽ 2 സ്ഥലങ്ങളിൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഡെവലപ്പ് ചെയ്തു. ഇല്ലിക്കല്ലും ഇലവിഴ പുഞ്ചിറയും. ഇല്ലിക്കൽ എന്ന് പറയുന്നത് മീനച്ചിലാറിൻ്റെ ഉത്ഭവ സ്ഥലമാണ്. ഇലവിഴ പുഞ്ചിറ എന്ന് പറയുന്നത് സൺസെറ്റും സൺറൈസും കാണാം. ഞാൻ രാവിലെ പോകുമ്പോഴത്തേനും ചാനലുകാർ ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ 5:30 അവിടെ ചെന്നു. രാവിലെ 5:30 നല്ല ഭയങ്കര ആളാണ്. കാരണം അവർക്ക് കന്യാകുമാരി ഇപ്പോൾ ഇത് കണ്ട കാര്യം ഇവിടെ കാണാം. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഹൈറ്റുള്ള സ്ഥലം. അത് ടൂറിസ്റ്റ് മാപ്പ് ഓഫ് ഇന്ത്യയിൽ കൊണ്ടുവരാൻ അവിടെ പ്രിലിമിനറി സൗകര്യങ്ങൾ കൂടെ ഉണ്ടാക്കിയാൽ സമ്മതിക്കാവുന്ന ഫ്രാൻസിസ് ജോർജും ഞാനും സുരേഷ് ഗോപിയുടെ പോയി ക്യാബിനറ്റ് മിനിസ്റ്ററെ കണ്ടു. അല്ലെങ്കിൽ സ്റ്റേറ്റ് റെക്കമെൻഡ് ചെയ്യണം. ഞാൻ അസംബ്ലി 3-4 വട്ടം പറഞ്ഞു, മുഹമ്മദ് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്, ഈ നാടിനോട് ചെയ്യുന്ന ക്രൂരതയാണ്, ഗവൺമെൻറ് 10 പൈസ ചിലവില്ല, ഇതെന്തുകൊണ്ട് നിങ്ങൾക്കിത് ടൂറിസം മാപ്പ് ഓഫ് ഇന്ത്യയിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞുവിടാം. ഭരണിയാണ് സെയിൻറ്റ് അൽഫോൻസാമ്മയുടെ കബറിടം സ്ഥിതി ചെയ്യുന്നത്. ടൂറിസവും BJPയുടെ ഗ്രോത്തും തമ്മിൽ അല്ല, ഞാൻ പറഞ്ഞു വരുന്ന അത് പിൽഗ്രിം ടൂറിസം ഡെസ്റ്റിനേഷനാക്കാം. രാമപുരം ഇതുപോലെ ഒരു വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ പ്ലസ് 4 അമ്പല ദർശനത്തിൻ്റെ ഏരിയയാണ്. 4 അമ്പലം അവിടെയുണ്ട്. ഈ 4 അമ്പലവും ദർശിക്കുകയും അവസാനം രാമൻ്റെ അമ്പലത്തിൽ വീണ്ടും വരികയും ചെയ്താൽ പുണ്യം കിട്ടുമെന്നാണ് വിശ്വാസം. 1000കണക്കിനല്ല 10000കണക്കിന് ആളുകളാണ് വരുന്നത്. ആ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ഈ ടൂറിസം ഇങ്ങനെ ഡെവലപ്പ് ചെയ്താലുള്ള ഒരു ഗുണം, നമുക്ക് ഹോം സ്റ്റേകൾ ഉണ്ടാക്കാം 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് പകരം. ആ ഹോം സ്റ്റേകൾക്ക് 20 ലക്ഷം രൂപ വരെ മുദ്ര ലോൺ കിട്ടും. 2 4 സ്റ്റാർ സ്റ്റാൻഡേർഡ് മുറി. ഇപ്പോൾ വാഗമണിലൊക്കെ 20,000 25,000 ഒക്കെ വാടക. ഇതൊരു 4,000 രൂപ 5,000 രൂപയ്ക്ക് കൊടുക്കുന്ന സ്ഥിതി ഉണ്ടാക്കി അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് അപ്പോൾ ആ വീടുകൾക്ക് ഇൻകം വരും. ആ ഇൻകം ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അത് അവരുടെ പൈസ പുറത്തേക്ക് വരും. അപ്പം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഗുണമുള്ള പറവർ കർഷകർ മുഴുവൻ
ഇങ്ങനെ വെട്ടി മാറ്റിയിട്ട് ഇത് അവർക്ക് 2 ലക്ഷം രൂപയും 4 ലക്ഷം രൂപ ഇൻകം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവർ തിരിച്ചു വോട്ട് ചെയ്യും. അപ്പോൾ ഒരു അധികാരം കിട്ടിയാൽ ആ അധികാരം കൊണ്ട് അല്ലല്ല ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നും തന്നെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏകദേശം 22 മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 22 നിയമസഭാ മണ്ഡലങ്ങളിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 22 നിയമസഭാ മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് BJP വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല മണ്ഡലങ്ങളിലും ഈ പറയുന്നത് പോലെ ഒരു ഗ്രോത്ത് BJPയുടേത് നമ്മൾ കാണാതെ പോകുന്നത് ശരിയല്ല. അത് ഈ തെക്കൻ കേരളത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ നമ്മളെന്താ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്, വർഗീയതയെ പടിക്ക് പുറത്ത് നിർത്തുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇടത്താണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ച് ലോക്സഭയിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ സാഹചര്യം നിയമസഭയിൽ വന്നു കഴിഞ്ഞാൽ അത് ഒന്നോ രണ്ടോ സീറ്റാണ്. നിയമസഭയിൽ ഒരിക്കൽ ഒ രാജഗോപാലിനെ ഇരുത്തി എന്നതിനപ്പുറത്തേക്ക് BJPയെ ആ നിയമസഭയ്ക്കകത്ത് കേരളം കയറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ 2 സീറ്റ് കിട്ടിയാൽ അവിടെ നിന്ന് 20 സീറ്റാക്കാൻ BJPയെ സംബന്ധിച്ചിടത്തോളം ഈസിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തന്നെ പറയില്ലേ, ഈ ഒരു വർഷം ഏറ്റവും കൂടുതൽ രാജ്യത്ത് PR നടത്തുന്ന, ഏറ്റവും കൂടുതൽ PRന് വേണ്ടി 1000 കോടി രൂപ PRന് വേണ്ടി ചെലവഴിക്കുന്ന മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിലുണ്ടോ? അത് BJP എന്ന് പറയുന്ന പാർട്ടിയാണ്. ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇറക്കാൻ പണവും നല്ല മൂലധനവും ഉള്ളിടത്തോളം കാലം കേരളം എന്തുകൊണ്ട് അവർക്ക് അൺടച്ചബിളായി നിൽക്കും? ഞാൻ പറഞ്ഞ പോലെ ഈ സോഴ്സ് ഓഫ് ഇൻകം നമ്മൾ ഉണ്ടാക്കുകയും ഇൻകം ഗവൺമെൻറ് ജനറേറ്റ് ചെയ്യുകയും ജനങ്ങളിലേക്ക് അത് എത്തുകയും ചെയ്താൽ ഈ ജനമൊന്നും തിരിച്ച് BJPയിലോട്ട് പോകുന്നു. അതിലൊരു പ്രശ്നം എന്താ അറിയോ, നമ്മൾ മറ്റൊരു എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളത് ഇവർ വികസനം പറഞ്ഞുകൊണ്ടല്ല വോട്ട് പിടിച്ചിരിക്കുന്നത്. ഇവർ പിടിച്ചിരിക്കുന്ന മതം പറഞ്ഞുകൊണ്ടും ജാതി പറഞ്ഞുകൊണ്ടുമാണ്. ഗുജറാത്തിലാകട്ടെ, ഉത്തർപ്രദേശിലാകട്ടെ, മറ്റേത് സംസ്ഥാനം എടുത്തു നോക്കിയാലും ആകട്ടെ, ഒറ്റ പോയിന്റിലാണ് ഞാൻ പറഞ്ഞത്, അത് കേരളത്തിൽ ഓടില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ നടന്നില്ലേ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് സംഭവ്യമായതല്ലേ ഈ കേരളത്തിൽ. അപ്പോൾ ഇതേ സാധനം എന്തുകൊണ്ട് നിയമസഭയിൽ നടക്കാതിരിക്കും? സാധ്യതയില്ല, ബുദ്ധിമുട്ടാണ്. ഈ BJPയുടെ ഗ്രോത്തിനെ നമ്മൾ കാണുന്നുണ്ടോ, അത് മനസ്സിലാക്കുന്നുണ്ടോ? അതായത് ഏറ്റവും മിനിമം നമ്മൾ റൂട്ട് ലെവലിൽ BJP ഗ്രോ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? ആ പാർട്ടിക്കകത്തെ ചില ഗ്രൂപ്പുകളും കാര്യങ്ങളും കൊണ്ടാണ് അത് വളരാതിരുന്നത്. ഇനി തിരിച്ചൊരു സാഹചര്യത്തിൽ ചിലപ്പോൾ വളർന്നേക്കാം കുറച്ചൊക്കെ. പക്ഷേ ഇവിടെ ഒരു ഭരണം പിടിക്കാനുള്ളതിലേക്കൊന്നും ഇനിയിപ്പോൾ സിനിമാ മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ലിസ്റ്റിൻ സ്റ്റീഫൻ തിരക്കിടക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. സാന്ദ്ര തോമസ് വലിയ വിവാദമൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഈ സാന്ദ്ര തോമസ് ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ? എനിക്കറിയില്ല. ഞാനിപ്പം 2007 കഴിഞ്ഞ ശേഷം സിനിമയിൽ വോട്ട് ചെയ്യാൻ വരും, അമ്മയുടെ മീറ്റിങ്ങിന് വരും, അല്ല പ്രൊഡ്യൂസേഴ്സിൻ്റെ മീറ്റിങ്ങിന് വരും എന്നുള്ളതല്ലാതെ, ഇലക്ഷൻ സമയത്ത് വരും എന്നല്ലാതെ വേറെ ഒരു കാര്യത്തിൽ ഇടപെട്ടില്ല. മലയാള സിനിമ ഇപ്പോൾ എത്രത്തോളം വളർന്നിട്ടുണ്ട്? എനിക്ക് പുതിയ സിനിമാക്കാരെയോ സിനിമയുടെ സിസ്റ്റമോ അറിയത്തില്ല. ഞാനൊക്കെ ഉള്ളപ്പോൾ മേലപ്പുറം ഡൺബീഡ് 33 ലക്ഷം രൂപയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്തതാണ്. മാന്നാർ മൊത്തമായി 50 ലക്ഷം രൂപയായി. അതിൽ അന്നത്തെ കാലത്ത് 2-2.5 കോടി രൂപ വീതം ലാഭം കിട്ടിയ തുടങ്ങലാണ്. ഇന്നത്തെ സിസ്റ്റം മാറി. ഇന്നൊരു 9 കോടി രൂപ ഇല്ലാതെ പടം എടുക്കാൻ പറ്റില്ല. പ്രൊഡ്യൂസേഴ്സ് ആർട്ടിസ്റ്റുകൾക്ക് അടിമപ്പെട്ടു പോയ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി. എൻ്റെ പടത്തിൽ അഭിനയിച്ച ആളിന് ഞാൻ 2ാമത്തെ പടം വന്നപ്പോൾ ഇത്ര രൂപ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് പോരാ എന്ന് പറഞ്ഞു. വേണ്ട, ഞാൻ വേറെ ആളെടുത്തോളാം എന്ന് പറയുന്ന തൻ്റെ ഇടം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞതൊക്കെ ആയിരുന്നു അഭിനയിച്ചു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ, പ്രൊഡ്യൂസേഴ്സിനെ നിയന്ത്രിക്കുന്നത് ആക്ടേഴ്സ് അല്ലേ? അതെ, അത് മാറണം. തൻ്റെ ഇടമുള്ള പ്രൊഡ്യൂസേഴ്സിൽ ലൈൻ മാറിപ്പോയി. മറ്റേ ഈ ഇതിലെന്തോ വലിയ കാര്യങ്ങളുണ്ടെന്ന് അത് ഈ പറയുന്ന പോലെ സാറ്റലൈറ്റ് റൈറ്റ്, OTT പ്ലാറ്റ്ഫോംസിൽ ഉണ്ടാകുന്ന ഒരു റീച്ച്, ഇതൊക്കെ നോക്കിയിട്ട് കൂടിയല്ലേ പ്രൊഡ്യൂസേഴ്സ് വളരെ സേഫ് ആയിട്ടൊരു ഗെയിം പ്ലേ ചെയ്യാൻ തുടങ്ങുന്നിടത്തല്ലേ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. OTT പ്ലാറ്റ്ഫോംസ് മാറി. ഇപ്പം പടം തിയേറ്റർ റിലീസ് ചെയ്തതിന് ശേഷം അത് ഓടുന്ന പടമാണല്ലേ അവരെടുക്കുള്ളൂ. ആ ഒരു സാഹചര്യം വന്നപ്പോൾ പ്രൊഡ്യൂസേഴ്സ് മുഴുവൻ ഉള്ളതിലായി. ഇറങ്ങിയ പടങ്ങളിൽ ഒരു 20% പോലും ലാഭമില്ല. ഇതല്ലായിരുന്നു നേരത്തെ സ്ഥിതി. 26 വയസ്സ് വരെ വോളിബോളിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന മണി സി കാപ്പൻ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏരിയ ഓഫ് ഇൻട്രസ്റ്റും ഏതാണ്? ഞാൻ പറഞ്ഞ സ്പോർട്സിലായിരുന്നു. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ 26 വയസ്സ് വരെ വോളിബോൾ എങ്കിൽ ഈ കാലഘട്ടത്തിൽ ജനം എന്നെ വോട്ട് നിന്ന് ജയിപ്പിച്ചു. ഏതാണ്ട് 5 ഇരട്ടി വോട്ട് ഞാൻ ജയിച്ചത് ഈ ഇലക്ഷൻ. അപ്പം ജനങ്ങളോടുള്ള ഉത്തരവാദിത്തമുണ്ട്. ഏത് മേഖലയിൽ നമ്മൾ നിൽക്കുന്നോ അവിടെ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ അവിടുത്തെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ജനത്തിന് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ടാണല്ലോ എനിക്ക് ഭൂരിപക്ഷം ഇങ്ങനെ കിട്ടിയത്. നമ്മളിങ്ങനെ നിങ്ങളോട് എൻ്റെ പിതാവിനോട് പഠിപ്പിച്ചത്, നമ്മൾ ഉയരങ്ങളിലേക്ക് കിടക്കുമ്പോഴും സ്വഭാവത്തിൽ താഴേക്ക് വരുന്നു.
എളിമയോടെ കാണണം. ജനങ്ങൾ ആണ് നമ്മുടെ ബോസ്, നമ്മൾ അവരുടെ കീഴിൽ ഉള്ള ആളെന്നുള്ളത് മാത്രം. ഇനിയൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യോ? ആഗ്രഹമുണ്ട്. കൈകാശ് വന്നാൽ പ്രൊഡ്യൂസ് ചെയ്യും. മേലപ്പുറം രണ്ടാം ഭാഗം എടുക്കണം എന്ന് ആലോചിച്ച് സ്ക്രിപ്റ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് ഒരു 40 വയസ്സുള്ള വരെയുള്ള ആളുകൾ ഈ മേലപ്പുറം ലാൻഡ്ബേർഡ് കണ്ടിട്ടില്ല, അതൊന്ന് റിലീസ് ചെയ്യുക ആദ്യം. അപ്പോൾ അതവർ എൻജോയ് ചെയ്യും. അപ്പോൾ ദെൻ ഗോ ഫോർ എ സെക്കൻഡ് പാർട്ട്. പക്ഷേ അതിലെ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ ഇപ്പോൾ ആ ഒരു ഏജ് കാറ്റഗറിയിൽ നിന്ന് ഇത്രയധികം മാറിയില്ലേ? അപ്പോൾ നമുക്ക് പുതിയ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടൊക്കെയാണോ? അല്ല, ഞാൻ പറഞ്ഞു ഈ മേലപ്പുറം ലാൻഡ്ബേർഡ് തന്നെ വീണ്ടും ഒന്നുകൂടെ റിലീസ് ചെയ്യുക. ആ റിലീസ് ചെയ്ത ശേഷം സെക്കൻഡ് പാർട്ട് പോവുക. അപ്പം ഇതൊരു വലിയ കോമഡി പടമാണ്. കോമഡി എന്തുമാത്രം വരുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ എപ്പോഴും ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും ട്രെയിൻ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും ഇവിടെ കോളേജ് ഭാഗങ്ങളിലേക്ക് ചെല്ലുകയാണെങ്കിലും ഞാൻ പിള്ളേരോട് ചോദിക്കും, പടങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ കണ്ടിട്ടില്ല. എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്നൊക്കെ പറയുമ്പോൾ 1-2 സീൻസ് മാത്രം അവർക്കറിയാം. അപ്പോൾ അതൊരു പടമായിട്ട് പൂർണ്ണമായി ഒരു കാണുന്നൊരു സാഹചര്യം വന്നാൽ അതിൽ അവർക്ക് ഇൻട്രസ്റ്റഡ് ആകും. പിന്നെ സെക്കൻഡ് പാർട്ട് വന്നാൽ അത് കൊള്ളും. ഓക്കെ, അപ്പോൾ ആ ഒരു പദ്ധതിയും കൂടി പദ്ധതിയുണ്ട്. വളരെ നന്ദി ശ്രീ മാണി സി കാപ്പൻ, ഇത്രയധികം സമയം സഹകരിച്ചു. താങ്ക് യു.